കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിനൊരുങ്ങി കൂത്തുപറമ്പ് 13-14 തീയതികളിലാണ് സമ്മേളനം നടക്കുക. 13 വൈകിട്ട് 6 നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ സെക്രട്ടറി എം.ആർ. രജീഷ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെറുകിട വ്യവസായ സംരംഭമായ കേബിൾ ടി.വി. മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. കേബിൾ ടി.വി. മേഖലയിൽ സമാനതകളില്ലാത്ത പോരാട്ടത്തിന്റെ ചരിത്രം കുറിച്ച സംഘടനയാണ് COA. കുത്തകകൾ ഓരോ മേഖലയെയും കീഴടക്കുമ്പോൾ അതിനെതിരായ പോരാട്ടങ്ങൾ ദുർബലമാകാറാണ് പതിവ്. എന്നാൽ ആ പോരാട്ടവും വിജയിപ്പിച്ച സംഘടനയാണ് കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. അധിനിവേശത്തിനെതിരെ ജനകീയ ബദൽ ഉയർത്തി വളർന്ന COAയ്ക്ക് ഇത് സമ്മേളനകാലമാണ്. സംസ്ഥാന സമ്മേളനം മാർച്ച് 28 മുതൽ 30 വരെ മലപ്പുറം തിരൂരിലാണ് നടക്കുക. ഇതിന്റെ മുന്നോടിയായി മേഖലാ സമ്മേളനങ്ങളെല്ലാം പൂർത്തിയാക്കി. കണ്ണൂർ ജില്ലാ സമ്മേളനം 13-14 തീയതികളിൽ കൂത്തുപറമ്പിൽ നടക്കുമെന്ന് ജില്ലാ സെക്രട്ടറി എം.ആർ. രജീഷ്. അസോസിയേഷൻ്റെ ഏതാണ്ട് 91 മുതൽ ഈ രംഗത്ത് സ്വയം തൊഴിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ കൂടിച്ചേർന്നുകൊണ്ടാണ് ഏതാണ്ട് ഈ സംഘടന രൂപപ്പെട്ടു വന്നത്. 30 വർഷം കഴിഞ്ഞ് നമ്മൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് വലിയ കുത്തക സംവിധാനങ്ങളെ മറികടക്കാൻ വേണ്ടി 2006 ചെറിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇവിടെ കണ്ണൂരിൽ കണ്ണൂർ വിഷൻ എന്ന് പറയുന്ന പോലെ സംസ്ഥാന തലത്തിൽ കേരള വിഷൻ എന്നുള്ള ഒരു കമ്പനി കെട്ടിപ്പടുക്കുകയും കേരളത്തിൽ മാത്രം കേബിൾ ടി.വിയും ബ്രോഡ്ബാൻഡും വിതരണം ചെയ്തുകൊണ്ട് രാജ്യത്തെ 5ാമത്തെ സ്ഥാനത്ത് എത്തി നിൽക്കുന്ന കമ്പനിയായിട്ട് ഇന്ന് മാറാൻ സാധിച്ചിട്ടുണ്ട്. ഈ വരുന്ന മാർച്ച് 28, 29, 30 തീയതികളിലായിട്ടാണ് നമ്മുടെ സംസ്ഥാന സമ്മേളനം 15ാമത് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. മലപ്പുറം തിരൂർ വെച്ചിട്ടാണ് നമ്മുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് 106 മേഖലകളിൽ നമ്മൾ മേഖലാ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ജില്ലാ സമ്മേളനങ്ങൾ ഏതാണ്ട് പൂർത്തീകരിക്കപ്പെട്ടു വരികയാണ്. കണ്ണൂർ ജില്ലയുടെ ജില്ലാ സമ്മേളനം നടക്കുന്നത് ഫെബ്രുവരി 13-14 തീയതികളിൽ കൂത്തുപറമ്പ് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് സമ്മേളനം നടക്കുന്നത്. 13 വൈകിട്ട് തൊക്കിലങ്ങാടിയിൽ നിന്ന് വർണ്ണശബളമായ സാംസ്കാരിക ഘോഷയാത്ര ആരംഭിക്കും. വൈകിട്ട് 6 മണിക്ക് പൊതുസമ്മേളന നഗരിയായ കൂത്തുപറമ്പ് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ എത്തും. പൊതുസമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. MLA-മാർ, തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, മറ്റ് സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിക്കും. COAയുടെ ജില്ലാ സംസ്ഥാന നേതാക്കളും സമ്മേളനത്തിന്റെ ഭാഗമാകും. COAയ്ക്ക് കീഴിൽ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ് ഇന്ന് കേബിൾ ടി.വി. ഇന്റർനെറ്റ് സംരംഭങ്ങൾ. കേരള വിഷൻ വൻകിട കമ്പനികളെയെല്ലാം പിന്തള്ളി രാജ്യത്തെ 5ാമത്തെ വലിയ കമ്പനിയായി മാറി. 1000 കോടി വിറ്റുവരവ് എന്ന നാഴികക്കല്ലും കമ്പനി പിന്നിട്ടു. കേബിളും ഇന്റർനെറ്റും കടന്ന് സോളാർ, ടൂറിസം, ആംബുലൻസ് തുടങ്ങി വൈവിധ്യമാർന്ന മേഖലകളിലും കേബിൾ ഓപ്പറേറ്റർമാർ കയ്യൊപ്പ് ചാർത്തുകയാണ്. എല്ലാറ്റിൻ്റെയും വിജയം ജനകീയ പിന്തുണയും COA എന്ന സംഘടനയോടുള്ള ജനങ്ങളുടെ വിശ്വാസവുമാണ്. ജനകീയ അടിത്തറ തന്നെയാണ് COAയുടെ കരുത്തെന്നും എം.ആർ. രജീഷ് പറഞ്ഞു. 1 ലക്ഷത്തിലധികം പേർക്ക് തൊഴിൽ നൽകുന്ന സംരംഭങ്ങൾ COAയ്ക്ക് കീഴിൽ നടന്നുവരികയാണ്. 14 ജില്ലാ ചാനലുകൾ, 80-ലധികം പ്രാദേശിക ചാനലുകൾ, ഇതെല്ലാം COAയ്ക്ക് കീഴിൽ നടന്നുവരുന്നുണ്ട്. ഈ മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ വേണ്ടത്ര സഹായം നൽകുന്നില്ലെന്നും COA നേതാക്കൾ പറഞ്ഞു. കേബിൾ ടി.വി. മേഖല നമ്മളിപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളെ അധികാര തലത്തിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ നമുക്ക് ഈ ചെറുകിട മേഖലയ്ക്ക് വേണ്ട രീതിയിലൊരു സപ്പോർട്ട് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഈ വലിയ മൾട്ടി കമ്പനികൾ വരികയും അവർക്ക് ആവോളം സൗകര്യങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ഒരു സ്വയം തൊഴിൽ കണ്ടെത്തിയ ഒരു മേഖലയിൽ വലിയ വിഷമതകൾ നമ്മളിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അതൊരു വലിയ ചർച്ച നമ്മളെ സമ്മേളനത്തിൽ എത്തിക്കൊണ്ട് കൂത്തുപറമ്പിൽ 14 നടക്കുന്ന പ്രതിനിധി സമ്മേളനം ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യും. പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്യും. COA കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് P. ശശികുമാർ, കണ്ണൂർ വിഷൻ MD M. വിനീഷ് കുമാർ, സംഘാടക സമിതി ജനറൽ കൺവീനർ PK ദേവാനന്ദ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.